കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വീട്ടിലെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആള് സംസാരിക്കുന്നതിനിടയ്ക്ക് പലതവണ ഈ വ്യക്തിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്, കണ്ണ് തുടയ്ക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ആ വ്യക്തി ഇരിക്കുന്നത്. ജീവിതത്തിൽ കരയാത്തവരായിട്ട് ആരാണുള്ളത്? നമ്മുടെയൊക്കെ കരച്ചിലിന് കാരണങ്ങൾ പലതാണ്. ഒരുപക്ഷെ മദ്യപാനിയായ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ചില ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ചകളായിരിക്കാം, രോഗാവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ചേർത്ത് പിടിച്ചവർ ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയതിൻ്റെ വിഷമമായിരിക്കാം. അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങൾ നമ്മളെ വിഷമിപ്പിക്കാറുണ്ട്. അത് ഓർത്തിട്ട് നമ്മളിങ്ങനെ പലപ്പോഴും കരയാറുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ മറിയം കരയുന്നത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. അവളുടെ കരച്ചിലിന് കാരണം കർത്താവിനെ അവൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മറിയത്തിന്റെ സങ്കടത്തിന് കാരണം ക്രിസ്തു കൂടെ ഉണ്ടായിട്ടും ആ ക്രിസ്തുവിനെ അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവളുടെ കരച്ചിൽ തീരുന്നുണ്ട്, അത് സന്തോഷമായിട്ട് മാറുന്നുണ്ട്. എപ്പോഴാണ് ഈ ക്രിസ്തുവിനെ, അത് ക്രിസ്തുവാണ് തന്നോട് സംസാരിക്കുന്നവനെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം അവളുടെ ഈ കരച്ചില് സന്തോഷമായിട്ട് മാറുന്നുണ്ട്. ഒന്നാമതായിട്ട്, ക്രിസ്തുവിന് വേണ്ടി നീ കരഞ്ഞിട്ടുണ്ടോ? എനിക്ക് ക്രിസ്തു അനുഭവം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ കരഞ്ഞിട്ടുണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോട് സംസാരിക്കുന്നിടയ്ക്ക് ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങൾ സന്തോഷം തേടി നടക്കുന്നുണ്ട്, നിങ്ങൾ സന്തോഷം തേടി പല മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ട് നിങ്ങൾ തേടുന്ന സന്തോഷം അത് ഈശോയാണ്. ഈ ഈശോനെ സ്വന്തമാക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുക. പലപ്പോഴും മറിയത്തെ പോലെ ഈ യേശുവിനെ തിരിച്ചറിയാനും പറ്റാത്തതാണ്, ഈ യേശുവിനെ അനുഭവിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പലരുടെയും സങ്കടത്തിന്റെ യഥാർത്ഥ കാരണം. പണ്ടൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നതാണ്, ഒരുപാട് പരിത്യാഗ പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നതാണ്. ആ പണ്ടത്തെ ആ തീക്ഷ്ണതയൊക്കെ എവിടെയൊക്കെയോ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ ഈ ക്രിസ്തു അനുഭവം സ്വന്തമാക്കാനായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് പരിശ്രമിച്ചുകൂടെ?